ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മുൻ മന്ത്രിയും ദീർഘകാലം MLA ഒക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ ഏറെ അനുഭവസമ്പത്തുള്ള ശ്രീ ബാബു ദിവാകരനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ്, പല മന്ത്രിസഭകളും കണ്ടു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കേരളം നമ്മൾ കണ്ടത് 2 തവണ തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ശക്തമായ ജനവിരുദ്ധ വികാരങ്ങളുണ്ട്. ശബരിമല അടക്കം നിരവധി വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇനി ഇലക്ഷനിലേക്കൊക്കെ അടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. എങ്ങനെ വിലയിരുത്താം അതിനെ? ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആക്ച്വലി തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. ഇനിയൊരു അവസരം കൂടി ഈ ഗവൺമെൻറ് കൊടുത്താൽ കേരളം മുച്ചൂടും മുടിക്കും എന്നതിനെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾ, നമ്മളെ പൊളിറ്റീഷ്യൻസ് ഇല്ലാത്ത സജീവ രാഷ്ട്രീയക്കാരല്ലാത്തവർ പോലും ഇന്ന് ഞാനിപ്പോൾ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എന്ന് പറയുന്നത് അപ്പോൾ ട്രെയിനിലൊക്കെ ഞാൻ ആരാണെന്ന് അറിയില്ല. കൂടിയിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ ജനറേഷന് എന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നുമില്ല. അപ്പം ഞാനിരുന്ന് ഇവരുടെയൊക്കെ ചർച്ച കേൾക്കാറുണ്ട്. അപ്പം ഓരോ ദിവസത്തെ ഇഷ്യൂ വരുമ്പോൾ, ഇപ്പോൾ ശബരിമല ഇഷ്യൂ വരുമ്പോൾ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവർ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരാരും രാഷ്ട്രീയക്കാരൊന്നുമല്ല, രാഷ്ട്രീയമായി വലിയ ബന്ധമൊന്നുമില്ലല്ലോ. എങ്ങനെ ഈ നാട് എങ്ങനെ ഇവർ ഇത് കൊണ്ട് മുടിക്കുകയല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ള കടം, ഇപ്പം തന്നെ ഈ കുറേ ഇതൊക്കെ 10,000 കോടിയുടെ സാധാരണ ജനങ്ങൾക്കെന്നും പറഞ്ഞൊക്കെ പ്രഖ്യാപിക്കുന്ന ആ ദിവസം തന്നെ ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോൾ, ഞാൻ സാധാരണ അണ്ടർസോൾഡ് കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് അവർ പറയാം, ഇതെവിടെ നിന്ന് ഇനി എവിടുന്നാണ് കടമെടുക്കുന്നത്? കടമെടുക്കാവുന്നതിന് മാക്സിമം എടുത്ത് ഇനി ഈ കടമെടുത്ത് ഇതിങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ. അത് ഒരു കാര്യം അന്നേരം അവർ തന്നെ പറയാണ്, ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ കെട്ട് മാക്സിമം കൊടുത്തിട്ട് പോവാം എന്നായിരിക്കും. അവരുടെ ചില ആളുകൾക്കാണല്ലോ ഇത് കൊടുക്കുന്നത് കൂടുതലും. 1-2 മാസം കൂടെ കൊടുത്താൽ മതി. അതെ, അവസാനത്തെ ഒരു കൊടുപ്പ് കൊടുത്തിട്ടങ്ങ് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ജനങ്ങൾ ട്രെയിനിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് അതാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം, അതാണെന്നാണ് എൻ്റെ ഒരു വിഷയം. അതെ. മറ്റൊന്ന്, ഈ ശബരിമല പോലൊരു ഭഗവാന്റെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതിയിലേക്ക് എത്തുമ്പോൾ വാസുവൊക്കെ വരികയാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം. പതിയെ അത് ബോർഡിലേക്ക് ഡയറക്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ കാണാം? ഡയറക്റ്റ് ബോർഡ് മെമ്പർമാർ അറിയാതെ ഇതൊക്കെ അവിടെ നടക്കുന്നു. ആർക്ക് ഏത് പൊട്ടക്കണ്ടോ അറിയാമല്ലോ, അവരറിയാതെ അവിടെ എന്തെങ്കിലും നടക്കും. ഈ ബോർഡ് മെമ്പർമാരുടെ അതാണ് ഈ വാസുവിൻ്റെ ഒരു പ്രത്യേകത. വാസുവിന് ഇതെല്ലാം അറിയാവുന്ന ആളാണ്. അതാണല്ലോ വാസു നേരത്തെ ഗുരുദാസ് സാഹിബിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പിന്നെ അവരുടെ സംഘടനയുടെ ആളായിരുന്നു. അപ്പം വാസു ഇതെല്ലാം അറിയാവുന്ന വാസുവാണ് ഇവരുടെ ലിങ്ക്. ഈ ബോർഡ് മെമ്പർമാരും ഈ സംഭവങ്ങളും എല്ലാമായിട്ട്, ഈ മോഷണവും ഇതും എല്ലാമായിട്ട് അവരാരും അറിയാതെ നടക്കും എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമല്ലേ. ബോർഡ് മെമ്പർ ഞങ്ങൾക്കാരും ഇതെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ ബോർഡ് ചെയർമാനും പറയുന്നത് ഞങ്ങളാരും അറിയാതെ എങ്ങനെ ഇതെല്ലാം നടക്കുന്നു. അവിടെ ബോർഡ് അറിയാം. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ആ സിസ്റ്റം, അവിടുന്ന് ഒരു ചെറിയ ഒരു കിണ്ടി വെളിയിൽ പോകണമെങ്കിൽ അവിടുത്തെ ഏതെല്ലാം റെക്കോർഡുകളിൽ വെച്ചിട്ട് വേണം ഇത് കൊണ്ടുപോയതിന് ഒരു റെക്കോർഡും ഇല്ല. അതും ഈ പോറ്റിയെ വിളിച്ചു വരുത്തി ഞാൻ കൊടുത്തയക്കുക. ഇതാര് തീരുമാനിക്കുന്നു? അപ്പോൾ ബോർഡ് അറിയാതെ ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമല്ലേ. അത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ബോർഡ് സംശയ മുനയിൽ നിൽക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് അടക്കം സംശയത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നു. അത് തന്നെ അതാണ്. അല്ലെങ്കിൽ കാലാവധി നീട്ടിക്കൊടുത്തില്ല, അയാൾ ഇറങ്ങി വല്ലതും വിളിച്ചു പറഞ്ഞാലോ. അതുകൊണ്ട് ഈ കാലാവധി തീരുന്നവരെങ്കിലും ഇതൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവരെയൊക്കെ പിന്നെയും സോപ്പിട്ട് നിർത്തുകയാണ്. അത് ഞാൻ പറയുന്നത് അത് ബോർഡ് ചെയർമാനും ബോർഡ് മെമ്പർമാരും മാത്രമല്ല, അതിന് മേളിലോട്ടുള്ളവർക്കുമല്ല ഇതൊക്കെ അറിയാം. മന്ത്രിമാരും അറിയാതെ ഇതെല്ലാം നടക്കും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവിടുത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ദേവസ്വം ബോർഡിലൊക്കെ ഉള്ള സെറ്റപ്പ് അത് CPM വന്നു കഴിഞ്ഞാൽ അതൊരു ബോഡി മാത്രമല്ല, അവർ ഏത് സാധാരണ ക്ഷേമനിധി ബോർഡുകളിൽ പോലും അത് അവരുടെ ഒരു സെറ്റപ്പാണ്. അവർ ആ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ബോർഡ് എത്ര കാലമായിട്ട്, ഇപ്പോൾ 10 വർഷമായിട്ട് അവർ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അവിടെ അതൊക്കെ തന്നെ ഈ അന്വേഷണം തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ടില്ല. അതിനകത്ത് ഈ അവിടെ യൂണിയൻ്റെ അതിപ്പം ഇവിടെ ആരും പറയാത്തൊരു എനിക്ക് അറിയാവുന്നൊരു സംഗതിയാണ്. ഇപ്പം തന്നെ അവിടെ നന്ദൻകോട് യൂണിയൻ്റെ ഒരു ഓഫീസ് വന്നു. ഈ പോറ്റിയൊക്കെയാണ് അതിന് വേണ്ട പൈസ മുഴുവൻ സംഭരിച്ചു കൊടുത്തിരിക്കുന്നത് പോറ്റിയൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ബോർഡിലുള്ളവരും ഇതിലൊക്കെ പങ്കാളികളായിട്ടുള്ളവരും പറഞ്ഞ് എനിക്കറിയാവുന്നു.
അത് ഇവിടെ ഇതുവരെ ആരും വന്നില്ല. ഇപ്പം നന്തൻകോട്ട് ഈ യൂണിയൻ്റെ പേരിൽ ഒരു വലിയ ഓഫീസ് വന്നിട്ടുണ്ട്. വലിയൊരു തുക പിരിച്ചാണ് ആ ഓഫീസ് പണിഞ്ഞത്. അതിന് ഈ പിന്നെ നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് വരുന്ന ഈ വലിയ പൈസയുള്ള വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവരിതൊന്നും നോക്കില്ല. അവർക്കിതൊക്കെ നിസ്സാരമാണ്. 5, 2, 3, 5 ലക്ഷം രൂപ കൊടുക്കുന്നതൊന്നും അവർക്ക് അവിടെ വരുമ്പോൾ അയ്യപ്പനെ കണ്ട് സായുജ്യം അടയുക എന്നുള്ളതാണ്. അതിന് അവർ പൈസ മുടക്കുന്നതിനൊന്നും അവരൊരു അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ലിങ്ക് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഇതിൻ്റെ പിന്നിൽ അവിടെ ഒരു റാക്കറ്റുണ്ട്. അത് മാത്രമല്ല, പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഇത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ നടൻ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ ആണ്. അതുപോലെ എത്ര വ്യവസായികളുടെ വീട്ടിൽ ഇപ്പോൾ ജയറാമായതുകൊണ്ട് കാശുള്ളവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് അതൊരു വലിയ കാര്യമാണ്. അവരുടെ എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ അങ്ങേയറ്റമാണ്. വീട്ടിൽ വന്ന് ഇത് വരിക എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ ഒരു പാളി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഗ്രഹം അല്ലെ പിന്നെ പടി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞ് പൂജിക്കാനൊക്കെ അവസരം കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ടാണ്. അപ്പോൾ അതിന് കുറേ പൈസ മുടക്കുന്നതിനൊന്നും അവർക്കൊന്നും അങ്ങനെ ഒരു വലിയ അത് തമിഴ്നാട്ടിൽ ചെന്നൈയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്. അതൊരു വലിയ റാക്കറ്റുണ്ട്. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത് കുറേ കാലമായിട്ട് അത് CM-ൻ്റെ ഓഫീസുമായിട്ടും ഇതിനൊക്കെ ഒരു ബന്ധമുണ്ട്. ഇല്ല എന്നൊക്കെ പറയുന്നതൊന്നും പിന്നെ എന്നെപ്പോലൊരാൾ ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ എൻ്റെ തെളിവ് ചോദിച്ചാൽ അതിന് തെളിവ് കൊടുക്കാനില്ല. അതുകൊണ്ടാണ് CM-ൻ്റെ ഓഫീസുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. CM-ൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ റാക്കറ്റുണ്ട്. മറ്റൊന്ന്, വർഷങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്, പാർലമെൻ്ററി രംഗത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ED-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു ED നോട്ടീസ് വന്നിട്ട് അതാരും അറിഞ്ഞില്ല. നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയൊക്കെ പാതിരാത്രി വന്ന് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. പക്ഷേ എന്തോ ഒരു ഡീല് നടക്കുന്നതായിട്ട് സാറിന് തോന്നി? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ED തന്നെ പൊളിറ്റിക്കലായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. ED-യുടെ പ്രവർത്തനങ്ങൾ മൊത്തം നോക്കിയാൽ അതാണല്ലോ ED-യെ കുറിച്ചുള്ള ആക്ഷേപം. അതിപ്പം സെൻട്രൽ ഗവൺമെൻറ് അതിനെ ഒരു ആയുധമാക്കി വെച്ചിരിക്കുക. എവിടെയൊക്കെ ഇത് ഉപയോഗിക്കണം. ഇതിപ്പം കേരളത്തിൽ പിണറായി വിജയനെ ED-യെ വെച്ച് വിരട്ടി നിർത്തിയിരിക്കുക. ഓരോ ഇഷ്യൂസ് വരുമ്പോഴും അതാണ് ഈ അവിടെ പോയി രഹസ്യ ചർച്ച എന്നൊക്കെ പറയുന്നത് ഇതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോകുമ്പം ചീഫ് സെക്രട്ടറിയോ അതുപോലുള്ള ഓഫീസർമാർ പോയി കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ അവരെയൊക്കെ കൂടെ കൊണ്ടല്ലേ പോകുന്നത്. ഇത് ഒറ്റയ്ക്ക് പോകും. പിന്നെ ഒരു കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് രഹസ്യമായി അത്താഴം കഴിച്ചിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരും കേട്ടിട്ടില്ല. എന്തൊരു പ്രോട്ടോക്കോളാണ്. ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വരണമെങ്കിൽ എന്തെല്ലാം പ്രോട്ടോക്കോളാണ്. ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് കേന്ദ്രമന്ത്രിമാർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇവിടെ വന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അത്താഴം കഴിച്ചിട്ട് പോകുന്നു. പിന്നെ UAE അംബാസഡറെ വരെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അതൊന്നും പ്രോട്ടോക്കോളിന് എഗൻസ്റ്റ് പ്രോട്ടോക്കോൾ. അങ്ങനെയൊന്നും ഇപ്പം തന്നെ ഇപ്പം വൈസ് പ്രസിഡന്റ് വരുന്നു, ഇന്നലെ പ്രസിഡന്റ് വന്നു. ഇവിടെ എന്തെല്ലാം പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ED-യെ അവർ ഉപയോഗിക്കുക. സെൻട്രൽ ഗവൺമെൻറ് ED-യെ നല്ലതുപോലെ ഉപയോഗിക്കുകയാണ്. അത് പൊളിറ്റിക്കലായിട്ട് അവർ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം കർണാടകത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇവിടെ അവർക്കുള്ള വേറെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കോൺഗ്രസ്സിന് പോകരുത്. ആ അഡ്വാൻറ്റേജാണ് ഇപ്പോൾ CPM എടുക്കുന്നത്. ഇപ്പോൾ സെൻട്രലിനെ സംബന്ധിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ പിണറായി വിജയനെതിരെ എന്ത് ആക്ഷൻ എടുത്താലും അതിൻ്റെ അഡ്വാൻറ്റേജ് പോകുന്നത് UDF-നാണ്. അപ്പോൾ UDF-ന് അഡ്വാൻറ്റേജ് പോകരുതെന്നുള്ളത് കൊണ്ട് അവരത് വെച്ച് വരട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവസാനമായി ചർച്ചയ്ക്ക് പോയത് സീറ്റിനെ സംബന്ധിച്ച് അടുത്ത അസംബ്ലിയിൽ അവർ 15 സീറ്റാണ് ചോദിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 ഓൾറെഡി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 10 ആക്കി കൊടുക്കാമെന്നുള്ള ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ടാണ് അവസാനമായി കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തവണ കൂടി ഭരണം കൊടുത്താൽ പകരം 10 സീറ്റ്. BJP-ക്ക് അതാണ് താല്പര്യം. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് വരാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി BJP എന്ത് വിട്ടുവീഴ്ച ചെയ്യും. പിന്നെ അത് മാത്രമല്ല, കേരളത്തിലെ ഒരു 5 10 സീറ്റ് പിന്നെ വരാൻ വേണ്ടി അവർ CPM-നെ ഉപയോഗിക്കും. മറ്റ് സ്റ്റേറ്റുകളിലെ ഇപ്പോൾ ബീഹാറിൽ പോലും അങ്ങനെയല്ലേ അവർ ചെയ്തത്. വടക്കുകിഴക്കൻ സംസ്ഥാനം എല്ലാവരും ചെയ്തത് അങ്ങനെയാണ്. ഏതെങ്കിലും അവിടെ ലോക്കൽ പാർട്ടികളെ ഉപയോഗിച്ച് ആദ്യം അവർ ചിത്രത്തിൽ വരും, പിന്നെ അവരെ ഉപയോഗിച്ചിട്ട് അടുത്ത് കളയും. അതുപോലെ ഇപ്പോഴും പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, പിണറായി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന അതാണ് എൻ്റെ പീരീഡ് കഴിഞ്ഞ് പിന്നെ എന്തോ ആയിക്കോട്ടെ എന്നുള്ളത്. അതാണ് പൊളിറ്റിക്സ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നുവെച്ചാൽ എൻ്റെ പീരീഡ് കഴിഞ്ഞ് പിന്നെ എന്തോ ആയിക്കോട്ടെ, അത് ഞാൻ അറിയണ്ടല്ലോ. അതുകൊണ്ട് BJP എങ്കിൽ BJP, ഇതാണ് പുള്ളി എടുത്തിരിക്കുന്ന ഒരു സമീപനം. പക്ഷെ പിന്നെ ഈ പറഞ്ഞ കേസുകൾ, മോൻ്റെ പേരിലുള്ള കേസ്, മോളുടെ പേരിലുള്ള കേസ്, 35 തവണയൊക്കെ ഒരു കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ
വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഇങ്ങനെയുള്ള ഒരു കേസ്, ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു കേസ് 35 പ്രാവശ്യമായിട്ട് മാറ്റിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അങ്ങനെ മാറ്റിവെക്കുന്നു തോന്നുന്നു? ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. അതുമാത്രമല്ല പാർട്ടിക്കുണ്ടായ ഒരു അപജയം, നിങ്ങളൊക്കെ പണ്ട് LDFന്റെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തുള്ള ഞാൻ അതിനകത്ത് കാണുന്നത് അങ്ങനെയല്ല. ഞങ്ങളൊക്കെ കാണുന്നത് വെച്ചാൽ ഞങ്ങളൊക്കെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ രക്തം അതാണ്. പിന്നെ ഇവിടുത്തെ തൊഴിലാളികൾ അവർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമല്ലേ ഈ അധ്വാനിക്കുന്നവർ എത്ര പേരുടെ ജീവൻ കൊടുത്താണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലാകെ തന്നെ നോക്കിയാൽ അങ്ങനെ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനം ഇന്ന് ഏതാനും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബലിയഴിക്കപ്പെടുക. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും ഒരു വോയിസും ഇല്ലാതായി മാറിയിരിക്കും. ഇന്നലെ തന്നെ പറഞ്ഞില്ലേ NDPയുടെ കാര്യത്തിൽ അവർ ചർച്ചയുണ്ടായില്ല എന്ന് ഇന്നലെ പരസ്യമായി പറഞ്ഞു. അപ്പം ഇപ്പം അതാണ്, ഇപ്പം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം ഒരാളിലേക്ക് അത് ഇത് തന്നെയാണ് ചൈനയിലും കൊറിയയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, റഷ്യയിൽ നടന്നതാണ്, റഷ്യയിൽ അത് തന്നെ ഇപ്പോൾ കേരളത്തിലും ആകെ ഉള്ള ഒരു തുരുത്താണ്, ഇന്ത്യയിൽ ആകെ ഉള്ളൊരു ഇടതുപക്ഷ തുരുത്താണ് ഈ കേരളം. അത് ഇതുപോലുള്ള നടപടികളിലൂടെ അതും കൂടി ഇല്ലാതാണ്. പക്ഷെ അതിൽ സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുമൊക്കെ ഈ ഒരു ഭാഗമായി നിന്നേ ചില അഭിപ്രായ വ്യത്യാസങ്ങളുമായി അപ്പുറം ഇപ്പുറം നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങളൊന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിൽ ഒരുപാട് രക്തം ചിന്തിയിട്ടുണ്ട്, ഒരുപാട് അധ്വാനമുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ സമരങ്ങളിലൂടെ എത്ര ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തത്. പിന്നെ അത് ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാണ് അതിൻ്റെ. നമ്മളിപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്കും ലെനിൻ്റെ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷനോ മാവോയിഡ് ഇൻ്റർപ്രിട്ടേഷനോ നോക്കിയല്ലല്ലോ നമ്മൾ പ്രായോഗികമായ കമ്മ്യൂണിസമാണ് നമ്മളിവിടെ നോക്കുക, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയം. ഞങ്ങളൊക്കെ സോഷ്യലിസ്റ്റ് ആശയമാണ്. ഒരു സാധാരണക്കാരന് അവൻ്റെ ജീവിതം സുരക്ഷിതമാകാനും അവൻ്റെ ജീവിതങ്ങളിൽ അഭിവൃദ്ധിപ്പെടുത്താനും പട്ടിണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അധ്വാനിക്കുന്നവന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം, അതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിച്ചാൽ മാത്രമേ സോഷ്യലിസ്റ്റ് നടപ്പാക്കാൻ പറ്റൂ എന്നൊന്നും പറയുന്നതിനകത്തൊന്നും അതൊക്കെ ഓരോ ഇൻ്റർപ്രിട്ടേഷനാണ്. അത് കാലാകാലങ്ങളിൽ അതിനനുസൃതമായ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നുള്ളൂ. അതൊന്നും അല്ല അങ്ങനാണോ CPM പ്രവർത്തിക്കുന്നത്? പക്ഷെ ഒരു കാര്യം മാത്രമാണ്, ഞാൻ അനുഭവങ്ങൾ കണ്ടു പഠിക്കുന്നത്. ബംഗാളിലെ അനുഭവമുണ്ട്, ത്രിപുരയിലെ അനുഭവമുണ്ട്. അതെങ്കിലും കണ്ട് മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ ത്രിപുരയിലും പിന്നെ ബംഗാളിലും നടന്നതിനേക്കാൾ മോശമായിട്ടായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നതെന്നാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ CPIയുടെ എതിർപ്പ്, നമുക്ക് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ശക്തമായ എതിർപ്പ്. നമുക്കറിയാം ഒരു കാലത്ത് വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ശക്തമായ എതിർപ്പുമായി CPI വരുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുന്ന CPMനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. സാറിനൊക്കെ ഒരുപാട് അനുഭവ പരിജ്ഞാനമുണ്ട്. പക്ഷേ ഇപ്പം ഈ കാനൻ രാജേന്ദ്രൻ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ പെട്ടെന്ന് മാളത്തിലൊഴിക്കുന്ന ഒരു CPI ആണ് കണ്ടത്. പക്ഷേ PM ശ്രീ വന്നപ്പോൾ ആ എതിർപ്പ് കുറച്ച് ശക്തമാവുന്നതും കണ്ടു. പക്ഷേ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു സമിതിയെ നിശ്ചയിക്കുന്നു, അത് പിന്നീട് അവർ പതുക്കെ എതിർപ്പുകൾ ദുർബലമായി മാറുന്നതാണ് കണ്ടത്. അത് CPI ഇപ്പോൾ ഒരു ദുർഘടസന്ധിയിലാണ്. അവർക്ക് ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോയാലുണ്ടാകാവുന്ന സംവിധാനങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ശക്തമായ ഒരു ഭയപ്പാടുണ്ട്. പിന്നെ അതും ഈ പിന്നെ വെളിയം ഭാഗം അതിന് മുമ്പ് ഞങ്ങൾ 67 ഗവൺമെൻറ് വന്നതിന് ശേഷം 69 ഗവൺമെൻറ് ഉണ്ടാകും, അച്യുതമേനോൻ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ SSLCക്ക് പഠിക്കുകയാണ്. അടുത്ത് നമ്മുടെ വീട്ടിലായിരുന്നു ഇതിൻ്റെ ചർച്ചകൾ. അന്ന് അച്ഛൻ ഇവരുടെ കൂടെ CPIയും അന്ന് സത്യത്തിൽ MM ഗോവിന്ദനാരും TK ദിവാകരനും കൂടാണ് അന്ന് ഈ സംവിധാനം. അന്ന് കോയ, മുഹമ്മദ് കോയ, ഇവർ മൂന്നുപേരൂടാണ് ആ സംവിധാനം മുഴുവൻ. അന്ന് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് പിന്നെ സാനുഡിയിലാണ്. ഞാനന്നില്ല SSLC പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ ഈ ചർച്ചകൾക്ക് ഞാനാണ് ഇവർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നതൊക്കെ. ഇവർ ക്ലോസ് ഡോർ ഡിസ്കഷൻസ് നടക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള. അത് കഴിഞ്ഞ് AK ആൻ്റണി അന്ന് KPSC പ്രസിഡൻ്റായിട്ട് അങ്ങനെ വരുന്ന സമയത്താണ് പുള്ളി വന്ന് പിന്നെ ഞാൻ ആൻ്റണിയെ പോയി അടുത്ത് സംസാരിക്കുന്നതൊക്കെ അന്നാണ്. അന്നത്തെ ആ ഒരു മൂവ്മെൻറ്റ് അന്നാണ് CPI ഏറ്റവും സ്ട്രോങ്. അന്ന് ശരിക്കും അന്ന് പറഞ്ഞത് ആദ്യം പിന്നെ MM ഗോവിന്ദനാരും TK ദിവാകരനും കൂടി ഡൽഹിയിൽ പോയി ശ്രീകണ്ഠൻ നായരെ മുഖ്യമന്ത്രിയാക്കാനാണ് അന്ന് ഈ നമ്പർ ഓഫ് MLAs ഒന്നും അല്ല, അതൊരു പൊളിറ്റിക്കൽ പൊസിഷനാണ്, അത് നിലപാടുകളാണ്. അപ്പം ശ്രീകണ്ഠൻ നായരെ പോലുള്ള ഒരാളെ അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് പറ്റിയ പണിയല്ല TK അത് എനിക്ക് പണിയെ പറ്റിയല്ല, അത് മുഖ്യമന്ത്രി അത് എനിക്ക് പറ്റിയ പണിയല്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുന്നതാണ്.
അങ്ങനെയാണ് അവർ പോയി അച്യുതമേനോനെ കാണുന്നതും. അന്ന് അച്യുതമേനോൻ രാജ്യസഭാ മെമ്പറായിട്ട് ഡൽഹിയിലുണ്ട്. അതെ. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ അന്ന് CPI എടുത്തിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്, വളരെ ശക്തമായ ഒരു സ്റ്റാൻഡാണ്. അന്ന് ആശയപരമായി അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവിടുന്ന് അങ്ങനെയാണ് ആ ഗവൺമെൻറ്. അതായിരുന്നു CPMൻ്റെ ഏറ്റവും വലിയ വിരോധം. CPIയോടുള്ള ഏറ്റവും RSPയോടുള്ള ഏറ്റവും കടുത്ത വിരോധം 67 ആ ഗവൺമെൻറ് ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കിയെന്നുള്ളത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. അത് കോൺഗ്രസിന് 9 MLA-മാരുമായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച്. അത് കഴിഞ്ഞ് 70-ൽ തെരഞ്ഞെടുപ്പിലൂടെ അത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ആകുമ്പോൾ 77 വരെ അത് പോകുന്നു. 7 വർഷം അന്നില്ല, അടിയന്തരാവസ്ഥക്കാലം ആയതുകൊണ്ട്. അതാണ് ഇവിടെ ഇടതുപക്ഷ ഈ CPIയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അടിത്തറ, ആ ഒരു മുന്നണി സംവിധാനം. അതിൽ RSP വഹിച്ച റോളും CPI വഹിച്ച റോളും ഭയങ്കരമാണ്. അന്ന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ PKV വന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ ഒരു രാഷ്ട്രീയ അഭിപ്രായ പിന്നെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് ഇടതുപക്ഷ മുന്നണി വീണ്ടും ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു നിരയങ്ങ് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രമുഖരായ നേതാക്കന്മാരെല്ലാം അങ്ങ് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. CPIക്കും പറ്റുന്നതാണ്. എം എൻ ഗോവിന്ദൻ നായർ, TV തോമസ്, അച്യുതമേനോൻ, ഇങ്ങനെ തുടങ്ങിയ വിളിയം ഭാർഗവൻ, പിന്നെ CK ചന്ദ്രപ്പൻ വരെയുള്ള ആ ഒരു ലീഡർഷിപ്പ്. പിന്നെ ഇങ്ങോട്ട് വന്നവരൊന്നും അത്രയും വലിയ അനുഭവ സമ്പത്തുള്ളവരല്ലല്ലോ. ഇപ്പൊ കാനം പോലും അത്രയും വലിയൊരു അനുഭവം. അന്ന് ഇവരുടെയൊക്കെ കൂടെ AIYFന്റെ നേതാവ് എന്നുള്ള നിലയിൽ കാനം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവരുടെ വിഭാഗീയതയിൽപ്പെട്ട് KE ഇസ്മായിലൊക്കെ ആകേണ്ട ഒരു സന്ദർഭമായിരുന്നല്ലോ. KE ഇസ്മായിലൊന്നും അന്ന് ചിത്രത്തിലില്ല, അതെല്ലാം അന്ന് അതിന് ശേഷം വന്നവരാണ്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് CPIക്ക് ഉണ്ട്, ഞങ്ങൾക്കും ആ പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങളുടെ ഒരു വൻനിര നേതാക്കന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അത് അതെ. അതുമാത്രമല്ല ഈ CPM ഘടകകക്ഷികളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം നമുക്കറിയാം. ഇപ്പോൾ CMB എടുത്ത് പരിശോധിച്ചാൽ CMB LDFനൊപ്പം പോയ CMB അവർ വിജയൻപിള്ളയുടെ മരണശേഷം ഇപ്പോൾ സുജിത്ത് വിജയൻപിള്ളയെ നേരെ അങ്ങ് CPM ആക്കി, ആ പാർട്ടി തന്നെ ഇല്ലാതാക്കി. മറിച്ച് UDF വന്നതാകട്ടെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും CP ജോണിനടക്കം കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ കാണും. RSP എടുത്ത് പരിശോധിക്കാം. RSP പറഞ്ഞതുപോലെ UDFൽ വന്നപ്പോഴാണ് അതിന് ഐഡന്റിറ്റി വേണ്ട വിധത്തിൽ ഉണ്ടായത്. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അന്ന് LDFൽ നിൽക്കുമ്പോൾ LDFിൽ നിന്ന് UDFിലേക്ക് വരുമ്പം അന്ന് K കരുണാകരൻ എന്ന് പറയുമ്പം അവർക്ക് K കരുണാകരനെ പോലുള്ള നേതാക്കന്മാർക്ക് ഇവരെയൊക്കെ നല്ലതുപോലെ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യകതയും അവർക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസും ഒക്കെ അവർ കണക്കിലെടുക്കും. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ CPIയുടെ ഈ ഇപ്പം പറഞ്ഞ കാനം പോലുള്ള നേതാവിന് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ഇൻഫ്ലുവൻസ് കിട്ടാമെന്നുള്ളത് കുറിച്ച് CPM അവരിത് ഇപ്പം ഞങ്ങളുടെ അങ്ങനെയാണ് നോക്കുന്നത്. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, അതൊക്കെയാണ് ഈ CPMന് വന്നിരിക്കുന്ന ഒരു അപജയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അപജയം. നമ്മൾ അവരെ വ്യക്തികളെ കാണുന്നു, നമ്മൾ ആ പ്രസ്ഥാനത്തിൻ്റെ വേണ്ട. അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യം കൂട്ടിയുറപ്പിക്കാൻ മറ്റാരേക്കാൾ കൂടുതൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട പാർട്ടി CPM അല്ലേ. അവർക്കല്ലേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. അവർ വിചാരിക്കുന്ന ഇവരെല്ലാം ഇല്ലാതായതുകൊണ്ട് അവർ എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇപ്പം അവർ ആ പാർട്ടിക്കകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്നെ സാധാരണ കേഡറിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവമതിപ്പ്, സാധാരണ കേഡറിൻ്റെ ഇടയിൽ ഇതിൻ്റെ എല്ലാത്തിനും എതിരായി അവർക്ക് ശക്തമായ, പിന്നെ അതുപോലെ ഒരു പാർട്ടിക്കകത്ത് അവർക്ക് പരസ്യമായി ഇത് പ്രകടിപ്പിക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. കമ്മിറ്റിയിലൊക്കെ വന്ന് പരിണിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കമ്മിറ്റി കാണത്തില്ല. അതാണിപ്പം പിണറായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു എതിർപ്പ് പഠിച്ചാൽ അവരടുത്ത വർഷം ആ കമ്മിറ്റി കാണൂല. പക്ഷെ അത് ഇനിയിപ്പോൾ എത്ര നാൾ നിൽക്കാൻ നോക്കും? പിണറായിക്ക് ഇനി എത്ര നാൾ പിടിച്ച് നിൽക്കാൻ നോക്കും? അതിപ്പോൾ സാധാരണ കേഡർ ഇപ്പം മനസ്സിലാക്കി തുടങ്ങി. അതാണിപ്പോൾ ഈ PM ചില കേസിലും ഗോവിന്ദനും ഇവർക്കും ബേബിക്ക് പോലും അങ്ങനെ ഒരു പൊസിഷൻ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. പിണറായി എല്ലാ കാലവും ഇങ്ങനെ ഈ പ്രസ്ഥാനം ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കും. അത് കഴിഞ്ഞാലും ഒരു കാലഘട്ടം ഇല്ലേ. അത് വരുമ്പോഴത്തേക്ക് അണികളിൽ ഉണ്ടാകുന്ന അവമതിപ്പ് മാത്രമല്ല നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നത വരും. സാധാരണ നേതാക്കൾക്കിടയിൽ ഇപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇഷ്യൂവിൽ സാധാരണ പാർട്ടി പിന്നെ ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർക്ക് വരെ ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ ഈ സ്വർണ്ണപ്പാളി കൊണ്ട് കാശുണ്ടാക്കുന്നത് അതിനാണോ നമ്മൾ എന്തിനാ നേരിട്ട് അതിനകത്തൊക്കെ ഇടപെടാൻ പോയത്? ആദ്യത്തെ ടൈമിലൊന്നും അവർ നേരിട്ട് ചെയർമാൻ ആയില്ലല്ലോ. ബോർഡ് മെമ്പർമാരെ പോലും ആക്കാൻ അവർ തയ്യാറല്ല. അത് കടന്നപ്പള്ളിയൊക്കെ ആക്കി അവരങ്ങനെ വെച്ചോണ്ട് വരാം. ഇപ്പം പിന്നെ അതെല്ലാം മറ തീർത്ത് ഇതെല്ലാം എവിടെ കാശുണ്ടാക്കാമോ അവിടെ നമ്മളുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നിരിക്കുന്നു. അത് സാധാരണ പാർട്ടിക്കാരുടെ CPM പാർട്ടി സാധാരണ കേഡറിൻ്റെ ഇടയിൽ ഇത് വളരെ വ്യക്തമായി അവരിപ്പോൾ ഇത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളൊക്കെ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിലും ഒക്കെ കാണുന്ന ഇവരെന്തൊക്കെ ഇങ്ങനെ ഇപ്പം ഇത് ഈ 10,000 കോടി ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടൊന്നും ആ അവമതിപ്പ് മാറാൻ പോകുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം തന്നെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയല്ലേ നടത്തിയത്. ഇപ്പം അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെന്ന് പറയുമ്പം
നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഒരു ദിവസം രാവിലെ നമുക്ക് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം മാത്രം കെട്ടിപ്പടുത്തുണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറ്റും. അപ്പം ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആ വ്യവസ്ഥയിൽ വരുത്തുന്ന പടിപടിയായിട്ടുള്ള മാറ്റങ്ങളിലൂടെ സോഷ്യലിസ്റ്റ് തുടങ്ങുക. അല്ലാതെ ഒരു ദിവസം രാവിലെ വിപ്ലവം നടത്തി ഇവിടെ ഗവൺമെൻറ് സ്ഥാപിച്ചാലും കേരളത്തിൽ മാത്രമായിട്ട് എവിടെ വിപ്ലവം നടക്കില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്ന ആശയഗതിക്കോ പറയുന്നതിന് പ്രായോഗികതയും കൂടെ നമ്മൾ ആലോചിക്കണം. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് കേരളത്തിൽ മാത്രം നമ്മൾ സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്തി ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിച്ചു കളയെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, അതിലുള്ള നല്ല നേതാക്കളെ എല്ലാം അവർ ഒതുക്കി. ഇപ്പം ജി സുധാകരനെ എടുത്ത് പരിശോധിച്ചാൽ, തോമസ് ഐസക്, അങ്ങനെ ഓരോരുത്തരെ സുരേഷ് കുറുപ്പ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് വളരെ അങ്ങനെയുള്ളവരെല്ലാം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയത്. ഈ പറഞ്ഞതുപോലെ താങ്കളിപ്പോൾ ഒരു മുൻ മന്ത്രി, നിരവധി അനുഭവ സമ്പത്തുണ്ട്. ഇപ്പോൾ പറയുന്നു ട്രെയിനിൽ സാധാരണക്കാർക്കൊപ്പം യാത്ര ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഇനി മുൻമന്ത്രിയായാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് നമുക്കറിയാമല്ലോ. ഓരോ മന്ത്രിമാർ സഞ്ചരിക്കുന്നതും ഒക്കെ കാറുകളും. ഞാനത് എനിക്ക് ഇതുകൊണ്ട് പറയുന്നില്ലേ, ഞാനിപ്പോഴും എനിക്ക് വേറെ ഒരു വരുമാനമില്ല. കിട്ടുന്ന പെൻഷൻ അല്ലാതെ വേറെ ഒരു വരുമാനമില്ല. ഞാനിപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നതാണ്. പിന്നെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നുകൊണ്ടും ഇപ്പോൾ പെൻഷൻ കിട്ടുന്നതുകൊണ്ടും വീട്ടിലെ കാര്യങ്ങൾ കാണും. അത് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ അത് ഇല്ലയെന്ന് പറഞ്ഞ് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാളേ അല്ല. എൻ്റെ അച്ഛനും അച്ഛൻ മന്ത്രിയാവുന്നതിനും മുനിസിപ്പൽ ചെയർമാനാവുന്നതിനും മുമ്പ് അച്ഛൻ അന്ന് തൊഴിലാളി നേതാവായിരുമ്പോൾ തൊഴിലാളികളെല്ലാം കൂടെ സംഘടിപ്പിച്ച് കൊടുത്ത കൊച്ചു വീടാണ് കൊല്ലത്തുള്ളത്. അതിപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. അത് കൊല്ലത്ത് ഞാൻ അതിൻ്റെ ഓഫീസും എൻ്റെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോഴും അച്ഛൻ്റെ പേരിൽ തന്നെ കിടക്കുകയാണ്. ആകെ അച്ഛനുണ്ടാക്കിയൊരു സ്വത്ത്, ഞങ്ങൾക്ക് ഉണ്ടാക്കിയൊരു സ്വത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു അതും പിന്നെ ഇപ്പോൾ പറഞ്ഞോളൂ, അതിലൊരു 10-20 സെൻറ്റ് 30 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. സ്ഥലം ബാക്കി നിലവാണ്. അതിപ്പോഴും നിലവായിട്ടുള്ള അത് നികത്താൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പം എല്ലാം നിലങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. വേറെ ആരായിരുന്നു, ഞാനത് എൻ്റെ ഒരു ഇതായിട്ട് പറയല്ല. മനസ്സിലായി. അങ്ങനെ പോലും നമുക്ക് ഈ അഭിഹിതമായ മാർഗത്തിലൂടെ ഒരു രൂപ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. മറ്റേതെങ്കിലും ഒരു എനിക്കിപ്പോഴും ഞാൻ തന്നെ, ഞാൻ ഈ 15 വർഷം MLA ആയിരുന്നു, 5 വർഷം മന്ത്രിയായിരുന്നു. ഇപ്പോഴും ഞാൻ എനിക്ക് ഈ ട്രെയിനിൽ കയറി എവിടെ സാധാരണക്കാരൻ ബസ്സിൽ ട്രെയിനിൽ അഥവാ കിട്ടിയില്ല, ഞാൻ ബസ്സിലാണ് വരുന്നത്. അത് യാത്ര ചെയ്യുന്നതിനുള്ള എൻ്റെ എനിക്ക് ആരുടെടുത്തും തലകുനിക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴും ആരുടെ മുമ്പിൽ ഞാൻ തലകുനിക്കത്തില്ല. തലകുനിക്കേണ്ടതായിട്ട് ഒരു പ്രവൃത്തിയും എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന തെറ്റ് ഞാൻ ചെയ്തു, അത് ആ തെറ്റ് തിരുത്താനും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് നേരിട്ടു. നമുക്കറിയാം, പണ്ട് പാർലമെൻറ്റിൽ പാർലമെൻറ്റ് ഉൾപ്പെടെ. അപ്പോൾ ആ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ, ഇപ്പോൾ പുതിയ ഒരുപാട് യങ്ങായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. അപ്പം എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? ഞാൻ ഇപ്പോഴിപ്പോൾ ഈ എല്ലാവരും വന്നവിടെ ആദ്യമേ ഏത് സീറ്റ് മത്സരിക്കാമെന്ന് നോക്കിക്കൊണ്ടാണ് വരുന്നത് തന്നെ. ഞാനൊക്കെ പാർട്ടി പ്രവർത്തനത്തിലൂടെ തന്നെ, ഞാനിപ്പം TK ദിവാറിൻ്റെ മകനായിട്ടൊന്നും ഒരു ദിവസം രാവിലെ MLA ആളല്ല. ഞാൻ 10 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, 5 വർഷം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കൊല്ലം മണ്ഡലത്തിൽ. അതിന് ശേഷമാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്നത് തന്നെ ഇവിടെ മത്സരിക്കാൻ ഇവിടെ ചാൻസ് ഉണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ്. പക്ഷെ അതൊക്കെ എത്ര കാലം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ചെറുപ്പക്കാരെന്ന് പറയാനുള്ളത്, നിങ്ങളൊരു ആശയത്തിൽ വിശ്വസിച്ച് ആ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് ഏതും ആയിക്കോട്ടെ. ഇപ്പം കോൺഗ്രസ് ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, BJP ആവാം, ആരെ ആ ആശയത്തിൽ ആ പാർട്ടി പ്രധാനമന്ത്രി ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളിലൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക. ജനങ്ങൾ വേണം ഇതൊക്കെ തീരുമാനം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കോൺഗ്രസ്സിലായാലും ഇപ്പം CPM പോലും നേതാവാണ് സെലക്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ. ഇന്നൊരു സ്ഥാനാർത്ഥിയാവട്ടെ, ഇന്നൊരു സ്ഥാനം. മറ്റേത് അങ്ങനെയല്ല. അവിടെ ഇന്ന സ്ഥാനാർത്ഥി നിന്നാൽ നമുക്ക് ആ സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ്, അയാളെക്കുറിച്ച് എന്തെങ്കിലും മോശത്തരം പറയാനില്ല. ഇതൊക്കെയാണല്ലോ ജനങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഒരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമേ ജനങ്ങളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിൽ എനിക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് MLA ആയി കളയാം എന്ന് ധരിച്ച് എത്ര നാൾ അങ്ങനെ പറ്റും എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ 1-2 പേരൊക്കെ അങ്ങനെ ആയി കാണുമായിരിക്കും. അതൊക്കെ അപൂർവം കേസുകൾ. അതേസമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം വന്നു ജനപ്രതിനിധിയാവാൻ, അത് കൗൺസിലർ ആവട്ടെ, MLA ആവട്ടെ, MP ആവട്ടെ, ആ പ്രവൃത്തിയിലൂടെ ജനങ്ങളുടെ സമ്മതി നേടിയെടുക്കുക, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക. അതാണ് ഇപ്പം ഞാൻ പ്രേമേന്ദ്രൻ്റെ കാര്യം പറയുന്നത്. പ്രേമേന്ദ്രന് കിട്ടിയ അവസരങ്ങളിലെല്ലാം ആ പ്രവർത്തനങ്ങളിലൂടെ ആ ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രേമേന്ദ്രന് പാർട്ടിക്ക് അതീതമായി ഒരു വോട്ട് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളിലുണ്ടാകുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന ആ പ്രവൃത്തി
ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിശ്വാസം അതൊക്കെ എനിക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരും കൊണ്ട് മാറിയിക്കെന്ന് പറയത്തില്ല. കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നൗഷാദിനെതിരെ മത്സരിച്ചപ്പോഴും വലിയ പിന്തുണയാണ് കിട്ടിയത്. പിന്നെ അന്നത്തെ ആ ഒരു ട്രെൻഡിലാണ്. പിന്നെ ആ എരിവിരം പിന്നെ അതും ഞാൻ വിനോദ് പറയും, ഞാൻ അതിന് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്തി. ഞാനൊരു 10 വർഷത്തിന് ശേഷം ആ മണ്ഡലത്തിലോട്ട് കൊടുക്കും. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കി പോകുന്നതാണ്. കൊല്ലത്ത് ഞാൻ തിരുവനന്തപുരത്ത് താമസമാക്കിയത് തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതി. 4-5 പ്രാവശ്യമായി, ഇനി തോറ്റും ജയിച്ചും ഒക്കെ അനുഭവമുണ്ട്. ജയിച്ചപ്പോഴും തോറ്റപ്പോഴും എല്ലാം നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം തോറ്റെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടായ പിറ്റേന്നുള്ള തെരഞ്ഞെടുപ്പ് സ്വാഭാവികമാണ്. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പെല്ലാം ഞാൻ ജയിച്ചതാണ്. അസംബ്ലി മത്സരിച്ചപ്പോൾ അതാണ് തോന്നി. പിന്നെ ഈ മന്ത്രിയായതിനു ശേഷം മണ്ഡലത്തിലടക്കം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വരെ ജയിച്ചു. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി പുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് കുറച്ച് പിന്നിലാണ്. 10-ൽ താഴെ സീറ്റുകളാണ്, 100 സീറ്റുകളിൽ. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് ഒരു വലിയ സ്ഥാനാർത്ഥികളടക്കം നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തി. അതിനെങ്ങനെ UDF മീറ്റിംഗിലും ഞാനും പുള്ളി അടുത്തടുത്തായിരുന്നു, ഞങ്ങൾ UDF ചർച്ച ചെയ്താണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ചർച്ച ഒരു 2 മാസത്തിന് മുമ്പുള്ള UDF നടന്നതാണ്. അന്നേരം ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ പിന്നെ കഴിഞ്ഞ തവണയൊക്കെ പറ്റിയെന്ന് വെച്ചാൽ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. പലപ്പോഴും ഈ സ്ഥാനാർത്ഥി മത്സരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് അന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുമ്പോഴാണ്. അന്ന് ഈ തിരുവനന്തപുരത്തുള്ള ആളുകൾ മാത്രം കൂടിയിരുന്ന എനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞ് കുറേ പേര് പറയും. ഈ നിന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ച സ്ഥലങ്ങളിൽ 5 എടുത്തെങ്കിലും റബൽ സ്ഥാനാർത്ഥി. ഇത്തവണ അതുകൊണ്ട് തന്നെ തോറ്റുപോയ ഒരുപാട് സീറ്റ്. കൊല്ലത്തും ഇതേ അനുഭവം ഉണ്ട്. കൊല്ലത്തും UDFന്റെ സ്ഥാനാർത്ഥികൾ വരുന്നിടത്ത് തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർ ആരെങ്കിലും ഒക്കെ കൊണ്ട് നോമിനേഷൻ കൊണ്ട് 100-200 വോട്ടേ പിടിക്കും. അത് നിർണായകമായി. പക്ഷെ അങ്ങനെ വരാതിരിക്കണം. ഇത്തവണ നേരത്തെ തന്നെ ചർച്ചകൾ നടത്തി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ള ഇപ്പോൾ അറിയാമല്ലോ. നവംബർ തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത് UDF തീരുമാനിച്ചതാണ്. അപ്പം അന്നേരം കോൺഗ്രസ് എടുത്ത ഒരു നല്ല ഇതാണെന്ന് വെച്ചാൽ ഓരോ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളും ഓരോ സീനിയർ ലീഡേഴ്സിനെ അതിൻ്റെ ചുമതല കൊടുത്ത്. ഇപ്പം ഇവിടെ തന്നെ കെ മുരളീധരൻ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ. പക്ഷെ അത് വേണം. എന്താണെന്നറിയാം, അത്രയും സീനിയർ ലീഡർക്ക് വേണമെന്നുള്ളത്. പക്ഷെ അവർക്ക് ഇത് അസർട്ട് ചെയ്യാൻ പറ്റും. മറ്റേ ലോക്കൽ ലീഡേഴ്സ് ആകുമ്പോൾ അവർ റബൽ സ്ഥാനാർത്ഥി ഞങ്ങൾ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ അതല്ല, നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ലീഡറിന് മാത്രമേ അത് പറ്റുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റേതായ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. മറ്റൊന്ന് ഈ വോട്ട് ചോരി ആരോപണം. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി വലിയ ക്രമക്കേടുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് നമുക്ക് അതിനെ രണ്ടായിട്ട് കാണണമെന്നാണ്. ഈ നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലെയും UPയിലെയും സ്ഥിതി അല്ല നമുക്ക് കേരളത്തിലുള്ളത്. കേരളത്തിൽ അതിനൊരു വ്യത്യസ്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ 10 തെരഞ്ഞെടുപ്പുകളായി ഈ ലോക്കൽ ബോഡീസിലെല്ലാം CPMൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കറിയാം. അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ വരെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കൃത്രിമം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുമാത്രമല്ല, കണ്ണൂരിൽ അവർ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ ഇപ്പോൾ ഈ കമ്മീഷനൊക്കെ ഇത്ര. അപ്പം അത് കേരളത്തിൽ പിന്നെ അത് മാത്രമല്ല, UPയിലും ബീഹാറിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിവിടുത്തെ ഓരോ വാർഡിലും നമ്മുടെ എല്ലാ പ്രവർത്തകരുണ്ട്. ഇപ്പം BLOമാരുണ്ട്. ഇപ്പം പിന്നെ BLO നമ്മുടെ പാർട്ടിയുടെയും ആളുകളും കൂടെ BLOമാരെയൊക്കെ വരുമ്പോഴും ആ സിസ്റ്റം പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം പരമാവധി ഒഴിവാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇതിനോട് ഞാൻ യോജിക്കുന്നു എന്നുള്ളതല്ല. ഇതിപ്പോൾ അവർ വേറെ ഉദ്ദേശത്തിലാണ്, അവരുടെ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കമ്പൽസറി ആയിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഈ നമ്മുടെ സിസ്റ്റം അലർട്ടായിട്ട് ഓരോ ബൂത്തിലും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ മോശത്തരം ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എന്തായാലും ഇത് വരും. അപ്പം ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ എതിർത്താലും കോടതിയിൽ പോയാലും എങ്ങനെയൊക്കെ വന്നാലും ഇത് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഇപ്പോഴേ തന്നെ അതിന് നല്ലത് പ്രിപ്പയർ ചെയ്യുക. ഒരു കാരണവശാലും ഒരു ബൂത്തിൽ പോലും മോശത്തരം നടക്കുന്നില്ല, അല്ലെങ്കിൽ കള്ളവോട്ടോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ സിസ്റ്റത്തെയും അലർട്ടാക്കണം. നമ്മളതിന് ആവശ്യമായ കോച്ചിങ് കൊടുക്കണം.
നമുക്ക് ഞാൻ അതിനും പറയുന്നത് ഇതുപോലെ ഒരു സീനിയർ 1-2 ലീഡേഴ്സ് UDF-ന്റെ ലീഡേഴ്സ് ഇതിനു വേണ്ടി മാത്രം നിലമ്പൂർ നമ്മൾ കണ്ടത് ഒറ്റക്കെട്ടായി നിന്നാണ് UDF അത് അൻവർ നിന്നിട്ട് പോലും അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ കൂട്ടായ ഒരു യത്നത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടും നിഷ്പ്രഭമായി പോകുന്നതായിരുന്നു. ഞാൻ അതാണ് UDF-നുള്ള ആകെ ഒരു മുമ്പൊക്കെ ഉണ്ടായിരുന്നൊരു ഒരു പോരായ്മ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആ കൊഹിഷൻ, ഒത്തൊരുമയോടുകൂടി എന്ത് വില കൊടുത്തും ജയിക്കണം, നമ്മുടെ ആ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കണം എന്നുള്ള ഒരു വാശിയും വൈരാഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ UDF-ന് പലപ്പോഴും കഴിയാറ്. പക്ഷെ ഇത്തവണ അങ്ങനല്ല. ഇവരിപ്പോൾ ഈ 2 ടേമും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തെ ഇനി ഒരു ടേം കൂടെ വന്നാൽ ഇനി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കി പോകാനേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് സാധാരണ കോൺഗ്രസ്സുകാരിലും ആ ഒരു ബോധം വന്നു. ആ ഒരു ഇത് പ്രകടനം അതാണ് ഈ ബൈ ഇലക്ഷനിലൊക്കെ കണ്ടത്. ഏതായാലും വളരെയധികം നന്ദി. ഇത്രയും സമയം നമ്മോട് സംബന്ധിച്ചത് മുൻ മന്ത്രിയും MLA യും ഒക്കെ ആയിട്ടുള്ള ബാബു ദിവാരനാണ്. അദ്ദേഹത്തിന് നന്ദി.